കല്യാണ കച്ചേരി. ഒരു പുഞ്ചിരിയോടെ ഭൂമിയുടെ അടുത്തേക്ക് ദേവ് നടക്കുന്ന കണ്ടതും കാർത്തി തൻ്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ കാറിനരികിൽ തന്നെ നിന്നു. അവന് തന്നെ അറിയില്ല, ഭൂമിയോട് ചിരിച്ചുകൊണ്ട് ദേവ് സംസാരിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത വേര് പടർത്തുന്നു എന്നത്. ദേവ് ഭൂമിയെ നോക്കി പുഞ്ചിരിക്കുന്ന ഓരോ നിമിഷവും ഭൂമിയെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിക്കുവാൻ കാർത്തിക്ക് തോന്നിപ്പോകും. എന്താണ് താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം കാർത്തി ഓർത്തുപോയി. ദേവ് പിന്നിൽ നിന്ന് വിളിച്ചതും ഭൂമി ചിരിയോടെ തന്നെ അവനെ നോക്കി. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് ഭൂമി. ഞാൻ തന്നെ അന്വേഷിച്ച് ക്ലാസ്സിലേക്ക് വരാൻ ഇരിക്കുമായിരുന്നു. എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് നന്നായി. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഇന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചു. ഭൂമിയുടെ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളെയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികളെയും ഭൂമി വേണം ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ. ആണോ? ഓക്കെ സാർ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാം. ശരിയിടോ. അതും പറഞ്ഞുകൊണ്ട് ദേവ് അവളെ കടന്നു പോകാൻ തുടങ്ങുമ്പോഴാണ് കാറിനരികെ നിൽക്കുന്ന കാർത്തികിനെ ദേവ് കാണുന്നത്. കാർത്തിക് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദേവ്, കാർത്തി പറഞ്ഞു. അവരിരുവരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അതേസമയം സുമയ്യക്കൊപ്പം ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് നടക്കുവാണ് ഭൂമി. ഭൂമിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ സുമയ്ക്ക് തോന്നി. എങ്കിലും അവൾ കൂടുതലൊന്നും അതേക്കുറിച്ച് ഭൂമിയോട് ചോദിച്ചതുമില്ല. ഭൂമിയുടെ ചുണ്ടിൽ ചുവന്നു കിടക്കുന്ന അടയാളം കണ്ടതും പെട്ടെന്നൊന്നും ഓർക്കാതെ സുമയെ ചോദിച്ചു പോയി. എന്തു പറ്റിയതാ ഭൂമി നിന്റെ ചുണ്ടിൽ? അത് ഭൂമിയുടെ വിരലുകൾ അവൾ അറിയാതെ തന്നെ ആ മുറിവിലേക്ക് അമർന്നു. അതെന്തു? അതൊക്കെ പോട്ടെ. ആൻസി മിസ്സിൻ്റെ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി നീ പഠിച്ചോ? ഭൂമി ഉത്തരം പറയാൻ നിന്നു വിയർക്കുന്നത് കണ്ടെത്തും സുമയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചു. അതുകൊണ്ട് തന്നെ അവൾ മനഃപൂർവ്വം വിഷയം മാറ്റി വിട്ടതായിരുന്നു. ഞാൻ കുറച്ച് നോക്കി. എനിക്കിന്നലെ വയ്യായിരുന്നു. ഭയങ്കര വയറുവേദനയായിരുന്നു വൈകിട്ട്. ഇന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഒന്നുകൂടി നോക്കണം. ഭൂമി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർക്ക് ക്ലാസ് എടുക്കുവാനായി സുനിത മിസ് ക്ലാസ്സിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ദേവ് പറഞ്ഞത് പ്രകാരം ഭൂമി എല്ലാവരെയും വിളിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. കലോത്സവത്തെ സംബന്ധിച്ചുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, കലോത്സവത്തിൽ പുതുതായി വരുത്തിയ ചില മാറ്റങ്ങളെക്കുറിച്ച് പറയാനും വേണ്ടിയായിരുന്നു ആ മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം പ്രാക്ടീസ് മുടങ്ങാതെ എല്ലാവരും വരണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകകൂടി ചെയ്തിട്ടാണ് ദേവ് അവരെയൊക്കെ ക്ലാസ്സിലേക്ക് വിട്ടത്. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞതും സുമയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഭൂമി നേരെ പോയത് സ്റ്റാഫ് റൂമിലേക്കാണ്. അവളപ്പോൾ കാണുന്ന കാഴ്ച ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാർത്തിയായിരുന്നു. സാർ എങ്ങോട്ടാണ് പോകുന്നത്? ഭൂമി, എൻ്റെ ഫ്രണ്ട് നിതിനില്ലേ, അവൻ്റെ അമ്മയ്ക്കൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വരെ പോയി കാര്യങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പോഴേക്കും ഭൂമിയുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ദേവ്സാറിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോളാം. സാറ് വീട്ടിലേക്ക് പോയിക്കോളൂ. ഭൂമി മറ്റൊന്നും ചിന്തിക്കാതെയാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ കാർത്തികിൻ്റെ മുഖം ഞൊടിയിടയിൽ ഇരുണ്ടു പോയിരുന്നു. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി, ഇങ്ങോട്ട് കൂടുതലൊന്നും പറയണ്ട. കർക്കശമായി കാർത്തി പറഞ്ഞപ്പോൾ ഭൂമിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ശരി സാർ. അത്ര തെളിച്ചില്ലാത്ത മുഖത്തോടെ ഭൂമി യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നതോടെ കാർത്തിക് ഒന്ന് ചുറ്റും നോക്കിയ ശേഷം അടുത്താരും ഇല്ലെന്ന് കണ്ടതും അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്തു പറ്റി? ഇങ്ങനെ മുഖം വാടിപ്പോകാൻ വേണ്ടി ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ എന്തിനാണ് ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി ദേവിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ വരും. വരുമ്പോൾ വിളിക്കാം. ഫോൺ സൈലൻറ്റിലിടല്. മറുപടിയായി കാർത്തികിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തല കുലുക്കി ഭൂമി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പീരിയഡ്സ് ആയിരുന്നതിനാൽ ഭൂമിക്ക് കാര്യമായിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവളുടെ വയ്യായികയും തളർച്ചയും ദേവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി ഭൂമി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല സർ, ഓക്കെയാണ്. ശരി. 1 മണിക്കൂറത്തെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരും പോയി തുടങ്ങി. ഭൂമി അപ്പോഴും വാഗമര ചുവട്ടിലും ചുറ്റും കെട്ടിയ സിമെൻ്റ് തറയിൽ കാർത്തിയെ കാത്തിരിക്കുവാണ്. ഇപ്രാവശ്യം കാർത്തികിനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണെന്നാണ്. 1/2 മണിക്കൂറിനുള്ളിൽ കോളേജിൽ എത്തുമെന്നും. അതേസമയം വീട്ടിലേക്ക് പോകാനായി ദേവ് അവൻ്റെ കാറിനടുത്തേക്ക് നടക്കുമ്പോഴാണ് ഭൂമി മരച്ചുവട്ടിലിരിക്കുന്നത് കണ്ടത്. എന്തു പറ്റി ഭൂമി? എന്താ ഇവിടെ ഇരിക്കുന്നേ? കാർത്തിക് സാർ വന്നില്ലേ? സാറിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുവാണ്. സാർ അവിടെ വരെ പോയതാ. ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞേ. ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട സർ. ഓക്കെ. അതും പറഞ്ഞുകൊണ്ട് ദേവ് കാറും എടുത്ത് മുൻപോട്ട് പോയി.
കുറേ നേരം കാർത്തികിനെ കാത്ത് മരച്ചുവട്ടിൽ തന്നെ ഇരുന്നപ്പോഴാണ് ഭൂമിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നിയത്. ബാഗുമെടുത്ത് നേരെ വാഷ്റൂമിൽ പോയി. തിരിച്ചിറങ്ങുന്ന സമയത്താണ് തന്നെ മറ്റാരോ പിന്തുടരുന്നത് പോലെ ഭൂമിക്കൊരു തോന്നലുണ്ടായത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ തോന്നൽ ശരിയെന്നതുപോലെ ഗുണ്ടകളെപ്പോലെ തോന്നിക്കുന്ന 4 പേർ അവൾക്ക് പിന്നിൽ നിൽക്കുന്നു. പെട്ടെന്നൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി ഭൂമി. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? ഇത് ഗേൾസിൻ്റെ ടോയ്ലറ്റാണ്. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാടി ഞങ്ങളിവിടേക്ക് വന്നത്. അതിലൊരുവൻ അവളെ നോക്കി അലറി. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ഭൂമിക്ക് തോന്നിയതും പിന്നെ അവരോടധികം സംസാരിക്കാതെ വയ്യായിക മറന്നുകൊണ്ടവൾ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ടോടി. അവൾക്ക് പിന്നാലെ അവരും. രക്ഷിക്കണേന്നവൾ അലറി വിളിച്ചു. പക്ഷെ ആരും അത് കേൾക്കാനില്ലായിരുന്നു. ഓടി വന്നിട്ട് ഭൂമി ചുവരിൽ ഇടിച്ചു നിന്നു. ഇടിയുടെ ആഘാതത്തിൽ പാവം ഭൂമി നിലത്തേക്ക് വീണുപോയി. അപ്പോഴേക്കും വന്നവരിൽ ഒരുവൻ വഷളൻ ചിരിയോടെ ഭൂമിയുടെ അടുത്തേക്ക് വന്നു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യില്ല, അവൾ കൈകൂപ്പി കരഞ്ഞു. ഒരു പൂവ് വിറുക്കും പോലെ അയാൾ അവളെ എടുത്ത് തൻ്റെ തോളിലേക്ക് ഇട്ടുകൊണ്ട് നിവർന്നു നിന്നു. കണ്ണേട്ടാന്ന് അവൾ ഉറക്ക വിളിച്ചു കരഞ്ഞു. പെട്ടെന്ന് അയാൾ അവളുടെ തുടയിലൊന്ന് അമർത്തി നുള്ളി. വേദന കൊണ്ടവൾ പിന്നെയും നിലവിളിച്ചു. അടങ്ങിക്കിടക്കടി പുല്ലേ, അവളെയും കൊണ്ട് ദേഷ്യത്തിൽ നടന്നു പോകവേ അയാൾ പറഞ്ഞു. പ്ലീസ് എന്നെ വിട്. ഭൂമിയുടെ വാക്കുകൾ ദീനമായി. കണ്ണിൽ ഇരുട്ട് കയറും പോലെ അവൾക്ക് തോന്നി. ഒരു നിമിഷം കൊണ്ട് അവളുടെ ബോധം മറിഞ്ഞു പോയി. മാഡം, സക്സസ്, ഒരുവൻ ഫോൺ വിളിച്ചു പറയുന്നത് അവ്യക്തമായി അവൾ കേട്ടിരുന്നു. മറുപുറം അത് കേട്ടുകൊണ്ട് നിന്ന അനുപമയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിടർന്നു. ആ, ഗുഡ്. ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ തന്നെ ഏതേലും പൊന്തക്കാട്ടിലേക്കോ അഴുക്ക് ചാലിലേക്കോ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്ക്. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 4 പേരുണ്ട്. അത് മതി. എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി. ആ രീതി വേണം. പാതിയിൽ പറഞ്ഞു നിർത്തിയാനു. അതൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തോളാം മാഡം. അവനവളെ ഒരു വഷളൻ നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫോൺ വെച്ച് കഴിഞ്ഞതും അനുപമയ്ക്ക് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എടി മോളെ, ഇന്നുകൊണ്ട് തീരെ നീ. അവർ കയറിയിറങ്ങിയ നിന്നെ ഉറപ്പോടെ നോക്കും കാർത്തി. അവൻ നിന്നെ വെറുക്കും. എല്ലാം കൊണ്ടും അവൻ തളർന്നു നിൽക്കുന്ന സമയം അവനൊരാശ്വാസമായി ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും. മുന്നോട്ട് നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും കുടിലതയോടെ ഓർത്തു വെച്ചനു. എന്നാൽ ഇതേ സമയം കോളേജ് അങ്കണത്തിൽ വന്നിട്ടും ഭൂമിയെ കാണാതായതോടെ കാർത്തി കരുതി അവൾ തന്നെ പറ്റിക്കാൻ എവിടെയോ മറഞ്ഞു നിൽക്കുവാണെന്ന്. അവൻ്റെ കണ്ണുകൾ നാലുപാടും ഭൂമിയെ തിരിഞ്ഞു. അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും ഫോൺ ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ ആരും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം അതുതന്നെ ആവർത്തിച്ചതോടെ കാർത്തിക്കിനെ ചെറുതായി ഭയം പൊതിഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവന് തോന്നി അവൾ ചിലപ്പോൾ വാഷ്റൂമിൽ പോയതായിരിക്കുമെന്ന്. കാർത്തി ഭൂമിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തുകൊണ്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടു. ടോയ്ലറ്റിൽ നിന്ന് ക്ലാസ്സുകളിലേക്ക് പോകുന്ന ഇടനാഴിയിൽ ഭൂമിയുടെ ഫോൺ കിടക്കുന്നത് കണ്ട് അവൻ്റെ ഭയം ഇരട്ടിച്ചു. ദേവിനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കാനാണ് കാർത്തിക്കിന് അപ്പോൾ തോന്നിയത്. കാർത്തി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കെ ദേവ് ഡ്രൈവിങ്ങിലായതുകൊണ്ട് സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. അതിനുശേഷമാണ് അവൻ കാർത്തിയുടെ ഫോൺ എടുത്തത്. ആ, പറയൂ കാർത്തി. ദേവ്, ഭൂമിയെ. കാർത്തി അത്രയുമേ പറഞ്ഞുള്ളൂ. ഭൂമി കോളേജിൻ്റെ ഫ്രണ്ടിൽ മരത്തിന് ചുവട്ടിൽ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതാണ് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞ് സാറ് വരുമെന്ന്. എന്തു പറ്റി കാർത്തി? ഭൂമി ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ അവളെ തിരക്കി ഇറങ്ങിയപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ ഭാഗത്തെ ഇടനാഴിയിൽ ഭൂമിയുടെ ഫോൺ എനിക്ക് കിട്ടി. പെട്ടെന്നത് കേട്ടപ്പോൾ അല്പം വിചിത്രമായി ദേവന് തോന്നി. സാർ അവിടെ ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്ക്. ഞാൻ പകുതി എത്തിയിട്ടേ ഉള്ളൂ. ഞാനും തിരിച്ചു വരാം. പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ശേഷം ദേവ് വണ്ടി തിരിച്ചു വിട്ടു. അകാരണമായൊരു ഭയം കാർത്തിക്കിനെ ആ നിമിഷം തോന്നി. ഹിതമല്ലാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ അവനെ വലയം ചെയ്തു. മുകളിലെല്ലാം നോക്കി. ഭൂമിയെ കാണാതായതോടെ കാർത്തി താഴേക്ക് നിരാശയോടെ നടന്നു. അതേസമയം തന്നെയാണ് ദേവിൻ്റെ കാറ് കോളേജ് കോമ്പൗണ്ടിലേക്ക് വന്നത്. ധൃതിയിൽ കാർ പാർക്ക് ചെയ്തുകൊണ്ട് ദേവ് കാർത്തിക്ക് അടുത്തേക്ക് വന്നു. എന്തായി കാർത്തി? ദേവ് ചോദിച്ചു. ഇല്ല ദേവ്, മുകളിൽ എവിടെയും ഭൂമിയില്ല. ഇനി നോക്കാൻ ഒരിടം ബാക്കിയില്ല. കാർത്തിയുടെ മുഖത്തെ ടെൻഷൻ കാണേ അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു ദേവിന്. സാർ, നമുക്ക് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തും കോളേജിൻ്റെ ബാക്കിലുമൊക്കെ ഒന്ന് നോക്കാം. ദേവ് ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലേക്ക് പോയപ്പോൾ
കാർത്തിക് കോളേജിൻ്റെ ബാക്കിലെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ബിൽഡിങ്ങും ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് കോളേജിൻ്റെ ബാക്കിലേക്ക് കാട് പിടിച്ച് കിടക്കുന്ന വഴിയിലെ വള്ളിപ്പടർപ്പുകളെല്ലാം ഒന്ന് ഉലഞ്ഞതുപോലെ കിടക്കുന്നത്. കാർത്തിക്കിന് നിമി നേരത്തിനുള്ളിൽ അവിടേക്ക് നടന്നു. അപ്പോഴാണ് അത്രയും നേരം ഭൂമി ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തെല്ലാം അന്വേഷിച്ചിട്ട് കണ്ടെത്താനാവാതെ ദേവു അവിടേക്ക് വന്നത്. കാർത്തി ഒരു വെപ്രാളത്തോടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഭൂമിയുടെ ഒരു ചെരുപ്പ് അവിടെ കിടക്കുന്നത് അവൻ കണ്ടത്. ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവൾ ഒരുപാട് തവണ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളുടെ കാലിനത് നല്ല ഭംഗിയുണ്ടാകുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിക്കൊടുത്ത ചെരുപ്പാണ്. കാർത്തി അതെടുത്ത് നെഞ്ചോട് ചേർത്തു. അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. എന്തിനെന്നറിയാതെ ദേവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ അവൻ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ തോൾഭാഗം വെച്ച് മുൻപിൽ കാണുന്ന കാഴ്ചയിലേക്ക് നോക്കി. കാർത്തി അലറി, ഭദ്ര, മോളെ കണ്ണു തുറക്ക്. സർവം തകർന്നവനെ പോലെ കാർത്തി അവളെ കൊലിക്ക് വിളിച്ചു. അപ്പോഴേക്കും 4 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ദേവ് ഓടി കാർത്തികിനരികിലേക്ക് വന്നു. ഭൂമി! ദേവു അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. കാർത്തി, നമുക്ക് വേഗം ഭൂമിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കാർത്തി ആ സമയം ഒരു ഭ്രാന്തനെ പോലെ അവളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമായിരുന്നു. ദേവ് അങ്ങനെ പറഞ്ഞതും കാർത്തി ഭൂമിയെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു. ദേവു അവന് പിന്നാലെ ചെന്നു. പെട്ടെന്നായിരുന്നു മരിച്ചോട്ടി കിടന്ന ഒരു ഫോൺ റിങ് ചെയ്തത്. ദേവും കാർത്തിയും ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. അവിടെ നിന്ന് ആരുടെയോ ഫോണായിരുന്നത്. ദേവ് ഓടിച്ചെന്ന ഫോൺ കയ്യിലെടുത്തു. അനു മാഡം എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിൽ നിന്നായിരുന്നു ആ കോൾ വന്നത്. കാർത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ദേവ് ആ കോൾ എടുത്തു. ആ നിമിഷം വരെ അവരിരുവരും ചിന്തിച്ചിരുന്നില്ല ആ കോളിന് മറുഭാഗം അനുപമയായിരിക്കുമെന്ന്. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ഒരു താളത്തിൽ ചോദിക്കുവാണ് അനുപമ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ആവശ്യം പോലെ ഉപയോഗിച്ച ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. കാര്യം കഴിഞ്ഞ ശേഷം ആ ഫോണും സിമ്മും ആർക്കും കണ്ടെടുക്കാൻ കഴിയാത്ത എവിടെയെങ്കിലും ഉപേക്ഷിച്ച് നിങ്ങൾ വിദേശത്തേക്ക് കടന്നേക്കണം. നിങ്ങൾക്കുള്ള പണവും ടിക്കറ്റുമായി എൻ്റെ ഡ്രൈവർ വരും. കാർത്തിയുടെയും ദേവിൻ്റെയും മുഖം ഒരുപോലെ വലിഞ്ഞു മുറുകി. അനുപമ ഒരു ദുഷ്ടതയാണെന്ന് മനസ്സിലായെങ്കിലും ഭൂമിയെ ഇല്ലാതാക്കാൻ മാത്രമുള്ള ദുഷിപ്പ് അവളുടെ മനസ്സിലുണ്ടെന്ന് കാർത്തിക്ക് അപ്പോഴായിരുന്നു മനസ്സിലായത്. അവളുടെ സംസാരങ്ങൾക്ക് മറുപടിയായി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ദേവ് ആ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. അനുപമയാണ്. കടപ്പല ഞെരിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. തകർന്ന് തരിപ്പണോ ആയവനെപ്പോലെ കാർത്തി നിന്നതേയുള്ളൂ. കാർത്തി, നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമിയുടെ ആരോഗ്യസ്ഥിതിയാണ്. കാർത്തി ഒരു തീരുമാനം പോലും എടുക്കാനാവാതെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുന്ന കണ്ട് ദേവ് ഓരോ കാര്യത്തിനും മുൻകൈയെടുത്തു. കാർത്തി, വാ, നമുക്ക് ഭൂമി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് വേണ്ടതേ. ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഈ വിവരം മീഡിയയുടെ ചെവിയിലെത്തും. കേസും കൂട്ടങ്ങളുമായി എൻ്റെ ഭദ്രയ്ക്ക് അതൊന്നും താങ്ങാൻ കഴിയില്ല. മറ്റെവിടേക്കെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. എൻ്റെ ഒരു കസിനുണ്ട്, ഗായത്രി. ആൾ ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക് ഡോക്ടറാണ്. നമുക്ക് ഭൂമിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് മതി. കാർത്തി ഭൂമിയുമായി മുന്നോട്ട് നടന്നു. ദേവ് ഓടിപ്പോയി അവൻ്റെ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഭൂമികയുമായി കാർത്തി പിന്നിലേക്ക് കയറി. ബോധമില്ലാതെ തളർന്ന് കിടക്കുന്നവളെ നെഞ്ചോടടക്കി പിടിച്ച് ഇരു കണ്ണുകളും അടച്ചിരിക്കുന്ന കാർത്തിയെ ദേവ് കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. കാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഭദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കാർത്തി ആ നിമിഷം. ആ കാഴ്ച ദേവിൻ്റെയും ഉള്ളുലച്ചു. കോളേജിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ ദൂരമുണ്ട് ഗായത്രിയുടെ വീട്ടിലേക്ക്. അവരുടെ തറവാട് വീട് കുറച്ച് ദൂരെയായതുകൊണ്ട് ഗായത്രി ജോലിക്ക് പോയി വരാൻ എളുപ്പത്തിനൊരു വാടകയ്ക്ക് വീടെടുത്തതാണ്. അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴേ തന്നെ ദേവ് ഗായത്രിയെ വിളിച്ചു. അല്ല, ഇതാര്? നമ്മളേക്ക് ഓർമ്മയുണ്ടോ? ഏറെ നാളിന് ശേഷം ദേവിൻ്റെ ഭാഗത്തു നിന്നൊരു ഫോൺ കോൾ തേടി. അവളെ തേടി എത്തിയതും വളരെ സന്തോഷത്തിൽ ക്യാഷ്വലായിട്ട് തന്നെ ഗായത്രി ദേവിനോട് സംസാരിച്ചു തുടങ്ങി. ഗായത്രി, നീ എവിടാ? ഞങ്ങൾ വീട്ടിലുണ്ട് ദേവേട്ട. ഇന്നെനിക്ക് ലീവായിരുന്നു. ആണോ? ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുവാ. കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഒരു എമർജൻസി ഉണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത്രയും മാത്രം ദേവ് പറഞ്ഞപ്പോൾ തന്നെ ഗായത്രിക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗായത്രി കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. പെട്ടെന്ന് വാ, അവൾ അത്രയും പറഞ്ഞോളൂ. ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ വീടെത്തും. അത്രയും പറഞ്ഞുകൊണ്ട് ദേവ് ഫോൺ വെച്ചു. അവരുടെ കാറ് ഗായത്രിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 6:30 അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റിനും നല്ല ഇരുട്ടായിരുന്നു. ദേവ് വേഗം പുറത്തേക്കിറങ്ങി. കാർത്തിക്കു ഇറങ്ങാൻ വേണ്ടി ഡോർ തുറന്നു കൊടുത്തു. അതേസമയം തന്നെ
അവരെയും കാത്തു നിന്നതുപോലെ ഗായത്രി വീടിൻ്റെ ഉമ്മറത്തുണ്ടായിരുന്നു. ധൃതിയിൽ ഭൂമിയെയും കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കാർത്തി വീട്ടിലേക്ക് ഓടിക്കയറി. പിന്നാലെ ഗായത്രിയും അകത്തേക്ക് കയറി. വരൂ, അകത്ത് റൂമിൽ കിടത്താം, ഗായത്രി കാർത്തിക്കിനോട് പറഞ്ഞു. ഗായത്രി പറഞ്ഞ പ്രകാരം കാർത്തി അവളെ താഴത്തെ നിലയിൽ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. എന്തു പറ്റിയതായി കുട്ടിക്ക്? ഒരു നിമിഷം കാർത്തിക് കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. കാറ് പാർക്ക് ചെയ്ത് ഓടി അകത്തേക്ക് വന്ന ദേവാണ് ഗായത്രിക്ക് മറുപടി നൽകിയത്. ഇതാരാണ്? കാർത്തിക്കിനെ നോക്കി ഗായത്രി ദേവിനോട് ചോദിച്ചു. ഇത് കാർത്തി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ കിടക്കുന്ന ഭൂമിയുടെ ഹസ്ബൻഡാണ്. ഭൂമി? അതിശയത്തോടെ ഗായത്രി ദേവിനെ നോക്കി. ദേവിൻ്റെ മുഖത്ത് ആ സമയം നിറഞ്ഞു നിന്ന ഭാവം അതെന്തായിരുന്നു എന്ന് ഊഹിച്ചെടുക്കുവാൻ ഗായത്രിക്കും കാർത്തിക്കിനും ഒരുപോലെ കഴിഞ്ഞില്ല. സങ്കടമോ നഷ്ടബോധമോ അങ്ങനെ എന്തെല്ലാമോ കൂടിക്കലർന്ന ഭാവം. നിങ്ങൾ രണ്ടുപേരും അല്പസമയം പുറത്തേക്കിറങ്ങി നിൽക്കാമോ? ഗായത്രി പറഞ്ഞ പ്രകാരം അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി. ആ സമയം ഗായത്രി റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്ത് അകത്തേക്ക് കയറി. അല്പനേരത്തിന് ശേഷം ഭൂമി കിടന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് ഗായത്രി പുറത്തേക്കിറങ്ങി. അത്രയും സമയം അക്ഷമയോടെ മുറിക്ക് പുറത്ത് കാത്തുനിന്ന ദേവും കാർത്തിക്കും വേഗം അവൾക്കടുത്തേക്ക് ചെന്നു. പേടിക്കാനൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. മെഡിസിൻസ് എഴുതിത്തരാം. ഈ വളവ് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, അവിടെ പോയാൽ മരുന്ന് കിട്ടും. പറയുന്നതോടൊപ്പം തന്നെ മേശമേലിരുന്ന ലെറ്റർ പാഡിലേക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ എഴുതി ഗായത്രി. അത് തട്ടിപ്പറിക്കും പോലെ അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പറും വാങ്ങി കാർത്തി ധൃതിയിൽ പുറത്തേക്ക് ഓടി. നിറഞ്ഞൊഴുകുന്ന ദേവിൻ്റെ കണ്ണുകളും ഇപ്പോഴത്തെ അവൻ്റെ മാനസികാവസ്ഥയും കണ്ട് ഗായത്രിക്കൊരു കാര്യം മനസ്സിലായി. ദേവ് അന്നൊരിക്കൽ അവളോട് പറഞ്ഞ പെൺകുട്ടി അത് ഈ ഭൂമി തന്നെ ആയിരുന്നുവെന്ന്. ഗായത്രിയുടെ ഓർമ്മകൾ 5-6 മാസം പിറകിലോട്ട് സഞ്ചരിച്ചു. ഗായത്രിയുടെ അപ്പച്ചിയുടെ മകനാണ് ദേവ്. ഗായത്രിയേക്കാളും 2 വയസ്സ് മാത്രം മൂത്തത്. എന്നാൽ കുഞ്ഞുനാൾ മുതൽക്ക് ഗായത്രിക്ക് ദേവിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. മറ്റുള്ള കസിൻസിനേക്കാളൊക്കെ ഏറെ. എന്തിനും ഏതിനും അവൾ എപ്പോഴും വിളിക്കുകയും അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്ന ദേവിനോടായിരുന്നു. ദേവ് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഗായത്രി തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേവിനെ പ്രണയിക്കുന്നു എന്നുള്ള സത്യം. കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുമ്പ് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയ സമയമായിരുന്നു അത്. രാത്രി ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാനായി അവരവരുടെ മുറികളിലേക്ക് പോയപ്പോൾ ഗായത്രി മുറിയിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ലിവിംഗ് റൂമിൽ ഫോൺ നോക്കിയിരിക്കുന്ന ദേവിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. എന്താ, നീ കിടക്കാൻ പോകുന്നില്ലേ? ദേവ് ഗായത്രിയോട് ചോദിച്ചു. ദേവേട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം, പറയൂ. ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ദേവ് അതിൽ നിന്ന് മുഖമുയർത്താതെ തന്നെയാണ് ഗായത്രിയോട് ചോദിച്ചത്. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഇനിയെങ്കിലും ഇത് ദേവേട്ടനോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. ദേവിന് മുഖം കൊടുക്കാതെ അല്പം തിരിഞ്ഞു നിന്നാണ് ഗായത്രി സംസാരിക്കുന്നത്. ഗായു, നിന്നെ ഞാൻ അങ്ങനെ ഒരു രീതി കണ്ടിട്ടില്ല. അല്പനേരത്തിന് ശേഷം ദേവും സംസാരിച്ചു. ദേവിൻ്റെ ആ മറുപടിയിൽ ഗായത്രിക്ക് മനം നൊന്തു. നിറഞ്ഞ കണ്ണുകളോടെ ദേവിനെ നോക്കിക്കൊണ്ട് ഗായത്രി വേഗം മുറിയിലേക്ക് ഓടിപ്പോയി. ഗായത്രി അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകണമെന്ന് ദേവാസമയം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ ആ പോക്ക് അവനും നല്ല വിഷമമായി. പിറ്റേന്ന് രാവിലെ മുതൽ ദേവിൻ്റെ കണ്ണിൽപ്പെടാതെ നടക്കുവാണ് ഗായത്രി. അവളെ നോക്കി അവൻ തറവാട് വീട് മുഴുവൻ അന്വേഷിച്ച് നടന്നു. ഒടുക്കം അടുക്കളയിൽ അവൾ നിൽക്കുന്നത് കണ്ടതോടെ അവൻ അടുക്കളയിലേക്ക് വന്നു. ഗായത്രി ഒന്ന് വന്നേ. വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല, അല്പം ഇടറിയ ശബ്ദത്തിൽ ഗായത്രി പറഞ്ഞൊപ്പിച്ചു. എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ കുളപ്പടവിൽ വെയിറ്റ് ചെയ്യും. ഒരു 10 മിനിറ്റിനുള്ളിൽ അവിടേക്ക് വന്നേക്കണം. പറഞ്ഞുകൊണ്ട് അടുക്കള വാതിൽ വഴി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം ആലോചനയോടെ അവിടെ തന്നെ നിന്നെങ്കിലും ഒടുക്കം ദേവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഗായത്രി തയ്യാറായി. അതുകൊണ്ട് തന്നെ അവളും കുളപ്പടവിലേക്ക് നടന്നു. കുളത്തിലേക്ക് ഇറങ്ങാനുള്ള നീളൻ പടിക്കെട്ടുകളിലൊന്നിൽ കുളത്തിലേക്ക് നോക്കിയിരിക്കുവാണ് ദേവ്. ദേവേട്ട, അല്പം പതുങ്ങിയുള്ള ഗായത്രിയുടെ ആ വിളിയിലാണ് ദേവ് തിരിഞ്ഞു നോക്കിയത്. ബാ, വന്നിവിടെ ഇരിക്കെ. അവൻ്റെ അടുത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. വേണ്ട, ഞാൻ നിന്നോളാം. ഗായത്രി അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക മാത്രമേ ദേവ് ചെയ്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഗായത്രി അവൻ്റെ അടുത്തേക്കുള്ള കൽപ്പടവിൽ വന്നിരുന്നു. നോക്ക് ഗായു, ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്നെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല.
പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്പസമയം എടുത്തുകൊണ്ട് ദേവ് സംസാരിച്ചു തുടങ്ങി. എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. ഭൂമി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇതുവരെ ഞാൻ ആ കുട്ടിയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. എൻ്റെ കോളേജിൽ തന്നെയുള്ള കുട്ടിയാണ്. അമ്മയുമായി ഞാൻ കാര്യങ്ങളൊക്കെ ഏകദേശം സംസാരിച്ചിട്ടുണ്ട്. അമ്മ ആ കുട്ടിയുടെ വീട്ടുകാരോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗായത്രിയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി. ഇന്നീ നേരം വരെ അവൾക്ക് മനസ്സിലെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആദ്യം ദേവ് അവളുടെ ഇഷ്ടം നിരസിച്ചെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അവനും തന്നോട് ഇഷ്ടം തോന്നുമെന്ന ആ പ്രതീക്ഷയാണിപ്പോൾ നഷ്ടപ്പെട്ടത്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടിച്ച് ഗായത്രി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഗായു, അതാണ് സത്യം. കുഴപ്പമില്ല ദേവേട്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശബ്ദം നന്നേ ഇടറിയെങ്കിലും ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. അതിനുശേഷം പിന്നീട് നേരിട്ട് ദേവുമായി ഗായത്രിക്കൊരു സംസാരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് അവർ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും. അല്പനേരം എടുത്തു ഇരുവരും പഴയ ഓർമ്മകളിൽ നിന്ന് മുക്തരാവാൻ. ദേവേട്ടൻ എന്നോടൊന്ന് ഈ കുട്ടിയെപ്പറ്റിയല്ലേ പറഞ്ഞിരുന്നത്? ആ ഭൂമിയാണോ ഇത്? ഗായത്രി അത് ചോദിക്കുമ്പോൾ അല്പനേരം മറുപടിയില്ലാതെ ദേവ് നിന്നു. പറയൂ ദേവേട്ട, ദേവേട്ടൻ്റെ പ്രണയം അന്ന് എന്നോട് പറഞ്ഞ ഈ ഭൂമിയും ഒരാളാണോ? അവളുടെ ആ ചോദ്യത്തിന് നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് തലകുലുക്കുകയായിരുന്നു ദേവ്. ഗായത്രി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അതേ സമയത്ത് തന്നെയാണ് കാർത്തി പുറത്തുനിന്ന് മരുന്ന് വാങ്ങി അകത്തേക്ക് വന്നത്. അവരിരുവരും കാർത്തിയെ കണ്ടില്ലായിരുന്നു എങ്കിൽ പോലും അവർ പറയുന്നതെല്ലാം കൃത്യമായി അവൻ കേട്ടു. ഇടയ്ക്കൊക്കെ കാർത്തിക്കിനൊരു സംശയം തോന്നിയിരുന്നു. ദേവിന് ഭൂമിയോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ അത് സത്യമായിരുന്നു. മുൻപൊരിക്കൽ ദേവിൻ്റെ പ്രണയമായിരുന്നവളാണ് ഇന്ന് തൻ്റെ പ്രാണനായി മാറിയതെന്നറിയാതെ കാർത്തിക്കും വല്ലാത്തൊരവസ്ഥയിലെത്തി. കുറച്ച് സമയം കൂടി പുറത്തുനിന്ന ശേഷമാണ് കാർത്തി അകത്തേക്ക് വന്നത്. കാർത്തിയെ കണ്ടത് ദേവ് കണ്ണു തുടച്ചു. ഒന്നും അറിയാത്ത പോലെ കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തായി കാർത്തി, മരുന്നൊക്കെ കിട്ടിയോ? കിട്ടി. ദേവിനെ നോക്കി അത് പറഞ്ഞുകൊണ്ട് കാർത്തി മരുന്നുകളെല്ലാം ഗായത്രിക്ക് നേർക്ക് നീട്ടി. ഗായത്രി മരുന്നുകളുമായി അകത്തേക്ക് കയറി വാതിലടച്ചു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷമാണ് ഗായത്രി പുറത്തേക്ക് വന്നത്. ഭൂമി നല്ല മയക്കത്തിലാണ്. ഞാനൊരു ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഭൂമിക്ക് ബോധം വരും. നമുക്ക് നോക്കാം ഭൂമി റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന്. അതിനുശേഷം നമുക്കൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. സാധാരണ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പേടിയും ചിലർക്ക് കടുത്ത പനിയും വരാറുണ്ട്. മറ്റു ചിലർ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകും. നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം ഭൂമി ഉണർന്നെഴുന്നേൽക്കുമ്പോഴുള്ള മെൻ്റൽ സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗായത്രി പറഞ്ഞു നിർത്തിയതും കാർത്തി തലകുലുക്കി. രണ്ടുപേരും അവിടെ ഇരിക്കുക. ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഭൂമിക്ക് ബോധം തെളിയാൻ കുറച്ച് സമയമെടുക്കും. ഇരുവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഗായത്രി അവർക്കരികിൽ തന്നെ നിന്നു. രണ്ടുപേർക്കും കുടിക്കാൻ എന്താ വേണ്ടത്? ചായയാണോ കോഫിയാണോ? എനിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നും കുടിക്കുവാനും കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നവൻ. കാർത്തി, എന്തെങ്കിലും ഒന്ന് കുടിക്ക്. ഗായത്രി പറഞ്ഞല്ലോ ഭൂമിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. ദേവ് കാർത്തിയോട് പറഞ്ഞു. ഗായു, നീ 2 കോഫി എടുക്ക്. ഗായത്രി കോഫി എടുക്കാനായി അടുക്കളയിലേക്ക് പോയതു. കാർത്തികിൻ്റെയും ദേവിൻ്റെ ഇടയിൽ ഒരു നിശബ്ദത പ്രകടമായി. കാർത്തി മുടിയിഴകളിൽ വിരൽ കുരുത്ത് മുഖം കുനിച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ ഭൂമിയെ ഓർത്ത് നിറഞ്ഞൊഴുകി. അവൻ്റെ അരികിലിരുന്ന ദേവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അടുത്തടുത്തിരുന്ന 2 പുരുഷന്മാരുടെ ഉള്ളിൽ ഭൂമി ഒരു നോവായി മാറി. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരണേ.